കായ് ചോദിച്ചുകൊണ്ട് ഓരോ കൂട്ടര് വെള്ളം തുടങ്ങി. മമ്മദ് ഇങ്ങനെ പോക്കരിങ്ങനെ ഇടക്കിടക്ക് മറിയും. അതൊന്നും വലിയ അടങ്ങാറില്ല. ആ എന്തൊക്കെ ഒരു സമയമുണ്ടല്ലോ കൗണ്ടർ ഓനെ കൊണ്ടാണ് ഒരു സുഖമില്ലാത്തത്. ഓൻ എന്തൊക്കെ നമ്മളിന്ന് ഒപ്പിട്ട് വാങ്ങിക്കണമെന്നൊക്കെ ഓൻ പറയുന്നുണ്ട്. പിന്നെ എന്റെ മോക്ക് അവിടെ ഒരു സുഖമില്ല അപ്പൊ കേട്ടത്. ഓളെ പോലെ ഇറങ്ങാറാക്കണല്ലോ. കായ് മണുപ്പ കൊടുക്കാൻ ചേച്ചി എന്താ ചെയ്യാ? ഞാൻ ആരോടാപ്പ അതൊക്കെ പറയാ. വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി. അല്ല ഇന്നത്തെ കാലത്തെ ഇന്നെപ്പോലൊരു സാധുവിനെ കുട്ടികളെ കെട്ടിച്ചാണ് ഇങ്ങനെ. ഇത് ഓരോരുത്തരുണ്ടാക്കിയേക്കണ മുസീബത്താ. നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് അറിയും. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്ന കണ്ടാലും നമുക്ക് വേരാറാ. ഇന്നത്തെ അടജി കാറ്റുണ്ട്. മനുഷ്യനാകെ വേജാറായി നിൽക്കണ ഇവന്റെ ഓരോരോ പൊട്ടിട്ടാണ്. ഇതൊന്നും അങ്ങനെ മാറി നിൽക്കുക. വിജയ് നമ്മളെ ഇവലൊന്നും കണ്ടിട്ടില്ലല്ലോ. പോക്കറിനൊന്നും കണ്ടിട്ടില്ലല്ലോ. പോക്കറിനെ നാളെ കണ്ടിരുന്നു. പോക്കറിനെ കാണുമ്പോഴേ നമ്മൾ വേറെ എവിടേക്കും പോയിക്കോളെന്ന് പറഞ്ഞു കേട്ടിട്ടാ. പൊന്നാരെ പോക്കര് വരുന്നുണ്ടാ. ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു കേട്ടാ. കായ് കേൾക്കാൻ ഇത് പിന്നെ ആരാണ് നമുക്ക് എന്റെ വാപ്പല്ലേ? പൊന്നാരെ പോക്കര് ഈ കാസാലെ കേട്. ഞാൻ ഈ സ്കൂളിൽ വർത്താനം പറഞ്ഞു കൊടുത്ത് നിൽക്കണ്ടാ. ഞാൻ എന്റെ കുട്ടികളെ കളിക്ക് വന്നതല്ല. ഇതിന്റെ ആ കായ്പ കിട്ടണം. ഇത് ഇന്നാൾ വന്നപ്പോ കക്കൂസിന് മാറി. പിന്നെ ഒരിക്കൽ വന്നപ്പോൾ ഇവിടെ കുളിമൂഴിയിൽ മാറി. പിന്നെ ഒരിക്കൽ വന്നപ്പോ കേക്കോത്ത് വായിലടുത്ത് തന്നു. ഇതിന്റെ താളെ മക്കാറാക്കുക. ഇതിന്റെ കായ് അടിക്കാം. ഞാൻ എത്ര വട്ടപ്പടം വന്നു. ഈ ആ കൗണ്ടറിന്റെ ആൾക്കാർ ആ തടിയുള്ള 2-3 മല്ലന്മാർ ഇങ്ങനെ അവർ റബ്ബെ പിന്നിന് മുമ്പിൽ ഇങ്ങനെ പിടികളെ വർക്കില്ലേന്ന്. പിന്നെ ആ ശ്രീധനക്കായി കൊടുക്കേണ്ട ആ ചെങ്ങായി ഒരു തുകച്ചിട്ട് അന്ത്യയിലേറെ കഥ. ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഈ ഇറങ്ങാറൊക്കെ ഇഷ്ടമുള്ളത് അനക്കല്ലല്ലോ. ഞാനല്ല കായ് എടുക്കാനുള്ളത്. ഇതിന്റെ കായ് തരുന്നുണ്ട് നമ്മളെ. ഇതൊന്നും അവിടെ ഇരിക്ക പോക്കരെ. ഞാൻ പറയട്ടെ എന്നോട്. അന്റെ കായ് തരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ ഇറങ്ങാറില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. എവിടുന്നാണ് ഞാൻ ഇപ്പൊ എടുത്തു കൊടുക്കുക? അങ്ങനെ പറഞ്ഞ എന്റെ കുട്ടികൾക്ക് തിന്നൊന്നും വേണ്ടേ. ഇത് പങ്കെട്ട് നടത്തിയിട്ടാണ് എന്റെ അടുത്ത് കുട്ടികൾക്ക് അതിന് ഈ സാധനമല്ലോ ഈ വീഴ്ച കൊടുക്കുന്ന സാധനം. ഇതിന് കായ് ഉറുപ്പ്യ തന്നെ മാണിച്ചിരിക്കുക. അതൊക്കെ കണ്ടോരോ പോസാക്കാണ്. അത് ഞമ്മക്ക് അറിയിട്ടല്ല. നിങ്ങളെ അതൊക്കെ നിർത്തിച്ചിന്റെ കായ് ഇതിപ്പോ പൊളിച്ചിന്റെ കായ് കിട്ടുന്നേ. നിങ്ങൾ നമ്മൾ എത്ര വട്ടം വന്നു ഈ കായ്ക്കും വേണ്ടി. ഇപ്പൊ എന്താ ചെയ്യാ? അവസ്ഥ എനിക്ക് അറിയില്ലേ? ഇത് ഇപ്പൊ വലിയ തിടുക്കത്തിലാണ്. എത്ര ദിവസമായാലും വലിയ തിടുക്കാണ്. ചൂടാക്കുക. പിന്നെ ഇതൊരു കാര്യം ചോദിച്ചേ. ഇത് ഇപ്പൊ ഒരു അവധിയും കൂടി കൊണ്ടോ? എത്ര അവധി നമ്മൾ തന്നെ ഇനിയും അവധി ചോദിച്ചങ്ങളെ. ഇത് അതേമാതിരി ആളെ മക്കളാക്കാൻ കഴിച്ചത് നമ്മളെ കെട്ട് നടത്തി പോയി. ഇങ്ങോട്ട് നിങ്ങൾക്ക് കെട്ടൂല. ഇജ് എനിക്ക് കായല്ലേ വേണ്ടത്? ഇജ് തിങ്കളാഴ്ച രാവിലെ പോരെ. അല്ല കായ് നമ്മളിനി അവസാനത്തെ പേര് തിങ്കളാഴ്ച വരും. അന്ന് നമ്മളെ കായ് നമ്മളെ വിവരം എങ്ങനെ അറിയോ? ആ കൗണ്ടറിന്റെ 2 പിടിച്ചിട്ട് ഇങ്ങനെ വരും. ആ പേര് നമ്മളെ വരും. അപ്പൊ അറിയാം നമ്മളെ സ്വഭാവം എത്താൻ. എല്ലാം പറയാം. ഇവിടെ ആൾക്കാർ കേൾക്കണത് പങ്കിട്ട് കായ് എവിടുത്തുള്ള പരിപാടി. അത് സുറും വിളിക്കാത്ത പരിപാടി. മനുഷ്യന്മാരോട് തിങ്കളാഴ്ച എന്റെ കായ് തന്ന എന്റെ ഇടപാട് തീരുമല്ലോ. ഇടപാട് തീരും. തിങ്കളാഴ്ച അബു സുബീക്ക് നമ്മൾ വേണ്ടാവും. പോയിക്കോ. ഇപ്പൊ പോയിക്കോ. അത് ചായ വേണം. ഇത് ചായ കാപ്പിയാ. തിങ്കളാഴ്ച വരും. കുഞ്ഞോട് വരലുണ്ട്. ആ കാറിൽ വരലുണ്ട്. ആ വെള്ളക്കാറിലാണ്. ഒന്നും പറയാതെ അറിയിച്ചാൽ തോന്നുന്നു. ഇരിക്കാൻ കുതിർക്കാൻ വന്നല്ല. കുഞ്ഞോളാണ്ട് അവർക്ക് പോയിക്കോ. അല്ല ഇന്ത്യ ഇപ്പൊ ഇന്ത്യ ഇപ്പൊ പോക്കരം പറഞ്ഞു മമ്മിനെ പറഞ്ഞു എല്ലാരും പറഞ്ഞു.
ബ്രോക്കറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചു. വേണ്ടേ നമ്മളെ കാര്യത്തില് ഭയങ്കര ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? എന്താപ്പ ഞാൻ ചെയ്യാ? മണ്ണപ്പോ ഭയങ്കര പരിചയമുള്ള മതി. എന്തെല്ലാം നിങ്ങളിപ്പോ ഈ വരവ് വരണ്ടില്ലേ? എങ്ങനെ വല്ലാത്തൊരു ഇറങ്ങാറി. ഞാൻ അവിടുത്തെ വിവരങ്ങളൊക്കെ കുറച്ച് അറിഞ്ഞിട്ടുള്ളൂ. എവിടുത്തെ നിങ്ങളവിടെ നടക്കണ വിവരങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് ഇരിക്കപ്പോ. നിങ്ങളൊരു പണി ചേച്ചി. എന്ത് പണി? നിങ്ങൾക്ക് കായില്ല വേണ്ടത്. എന്താ ചെയ്യാ? നിങ്ങളവിടെ കുത്തറക്കി കുത്തക്കാൻ ഇരിക്കാൻ മേലൊന്ന് നിങ്ങളല്ലേ പറയണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഒരു തിരുക്കം വന്നോ? ചെക്കനേ ദുബായിക്ക് ശരിയായിരിക്കും, പേപ്പർ ശരിയാക്കണേ. ദുബായിക്ക് പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെ. ഞമ്മക്ക് അതിൽ സഹായിച്ചാൽ കൂലി ചേച്ചല്ല. പക്ഷേങ്കില് ഇപ്പത്തെ അവസ്ഥയിൽ നമ്മളെങ്കിലും ഒത്തില്ല. നിങ്ങളാ പറഞ്ഞാലില്ല. നിങ്ങള് പൈസ തന്നില്ല. നിങ്ങൾ എന്തൊക്കെ ഇങ്ങനെ കടുംവാശി പിടിച്ചിന്? ഞാനിപ്പോ എന്താ ചെയ്യാ? എവിടെ നിർത്താൻ ചെയ്യാ? അറിയില്ല. നിങ്ങളൊക്കെ കുട്ടികളെ കെട്ടിച്ചിട്ടല്ലേ? നിങ്ങൾ എന്നാ കായ് തരുന്നു അന്ന് മോളെ കൊണ്ടുപോകും. മണി ഞങ്ങൾ പോരാത്തരത്തിലാക്കരുത്. ഇവിടെ അടുത്തുള്ളവരൊക്കെ അറിഞ്ഞാണ് വലിയ പോരാത്തരാണ്. നിങ്ങളെ കുട്ടി കഞ്ഞിക്കലപ്പോ ആളാക്കുക. നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഒരു പണി പറയാം. എന്തൊക്കെ പണി? പോരാ പണിയൊക്കെ കണ്ടത് കായ് ഞാൻ കൊടുത്തേ. എന്തൊക്കെ കായ്? എന്ത് കായ് എന്നാന്ന് ചോദിച്ചപ്പോ ഞാൻ എന്താ പറയാ? ഇപ്പത്തെ നിലയിൽ എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. വലിയ അരിയായിട്ട് കിട്ടുമോ? കിട്ടോ? ഒരു പണി വെച്ചി. എന്ത് പണി? തിങ്കളാഴ്ച വരി. എന്താ എന്ന് തിങ്കളാഴ്ച? ഈ വേറെ ദിവസം ഞങ്ങൾക്ക് തിങ്കളാഴ്ച ഒടുക്കത്തൊരു അവധിയാണ് കൂട്ടിക്കോളി. എന്തൊക്കെ യാതൊരു തിങ്കളാഴ്ച വന്നോളി. തിങ്കളാഴ്ച നിങ്ങളെ കായ് ബാക്കി തരാനുള്ളത്. പക്ഷേ നിങ്ങൾ ഈ പോരാത്തരത്തിൽ നമ്മൾ ആക്കരുത്. തിങ്കളാഴ്ച പൈസ തന്നതിനൊക്കെ മോളെ കൊണ്ടുപോകുള്ളൂ. വല്ലാത്തൊരു വർത്താനാണത്. ഇതൊന്നും മനുഷ്യന്മാരോട് വരേണ്ട വർത്താനല്ല. നിങ്ങൾ മനസ്സിലല്ലോ. ഇന്റെ അത്ര കുടുങ്ങിയ ഒരു മനുഷ്യപ്പ ഇവിടെ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം. ഇതെത്താ നിങ്ങൾ ഈ പറയണ്ടേ? നിങ്ങൾ അവിടെ ഇരിക്കും. ഞാൻ ഇരിക്കാൻ വന്നേരാണ്. കുഞ്ഞോളെ ചായ എന്താ നോക്കാം. ചായ കുടിച്ചിട്ട് പോവാം. എനിക്ക് ചായ മഴ ചോറും വേണ്ട, ഞാൻ പോവാ. തിങ്കളാഴ്ച തരും പറഞ്ഞാൽ തരും. നിങ്ങൾ ഇനി അതിനുകൊണ്ട് വരണ്ട. തിങ്കളാഴ്ച പോ. ഇപ്പൊ തിങ്കളാഴ്ച അല്ലെങ്കിലും തിങ്കളാഴ്ച നമുക്ക് റൂഹ് ഉണ്ടെങ്കിൽ, ഈ തടിമ റൂഹ് ഉണ്ടെങ്കിൽ നിങ്ങളെ കായ് നമ്മൾ റൂഹില്ല. ഈ കാട്ടിക്കൂട്ടപ്പോ ഞാൻ പോടാലേ. എന്താ ചെയ്യാ? ഇക്കാലത്ത് ഓരോ കുട്ടികളെ ഞാൻ ഇടാക്കി മാറി നാളാ അന്നെ നിങ്ങൾ എത്തിയം കാട്ടും. ആണ് മാറി നാളാ വേത്യം കാട്ടും. മുഹമ്മദ് കാശ് എടുക്കടാ. ഇന്നേക്ക് 6 മാസം തികഞ്ഞ് ഇപ്പൊ മുതലുമില്ല പലിശയില്ല. ഇതെന്തിനായാലും കൗണ്ടറെ ഞമ്മക്ക് മുതൽ ജയിച്ചല്ല. എങ്ങനെ നമ്മൾ തരാം? ഇപ്പത്തെ അവസ്ഥയിൽ നിങ്ങൾ ഞമ്മക്ക് എന്തെങ്കിലും ഒരു ഇളവ് ഞാനെന്നാ ചെയ്യുക? നീ നോക്ക്, ഒപ്പുവെച്ച പേപ്പർ അതൊന്നും ഞമ്മക്ക് അത്ര വായിക്കാൻ പറ്റില്ല. നിങ്ങളെ വിജയിക്കാണ്ട് ഒപ്പ് വെച്ചതാണ്. കാശ് തന്നില്ലേ? 13 സെന്റ് സ്ഥലം ഞാൻ പേരില്. എന്താ വർത്താനം? അന്ന് നിങ്ങൾ അത് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ പുരയിടവും സ്ഥലവും ഞാൻ പേരില്. ഇറങ്ങിക്കോ. ഇടങ്ങാറുണ്ടാക്കില്ല. ആ കുട്ടികളോട് എന്താ ഒന്ന് ഇറങ്ങാൻ. കാശ് വേണ്ടാ, കാശ് വേണം. കാശ് വേണം. എന്താ നിങ്ങൾ ഇന്റെ അവസ്ഥങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളോട് പോക്കർ പറഞ്ഞിട്ടില്ല കാര്യം. പോക്കര് എന്നാളല്ലേ? ഇതൻ പെരിയത്ത മുതലാളിക്ക് കാശ്, ഇത് മലയാളിക്ക് ചക്കാത്തല്ല. தெரிஞ்சா? അതൊക്കെ നമുക്ക് അറിയിട്ടില്ല. പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യാങ്ങൾ പറയും. ഒരു നിലയും ഞാൻ നോക്കിയിട്ടില്ല. അല്ലാത്തൊരു ഇടങ്ങാറിലാണ്. നിങ്ങളൊരു പണി ചേച്ചി, കാല് പിടിച്ച എന്നാടാ നീ പൈസക്കാരൻ? നിങ്ങൾക്ക് ഒരടിയും കൂടി തന്നൂടെ? നമുക്ക് എന്നെ എത്ര ഇട കഴിഞ്ഞു പോയി മുഹമ്മദ്. 6 മാസം കഴിഞ്ഞ് മുതലുമില്ല പലിശയില്ല. ഇപ്പൊ പെരിയ മുതലാളി എന്നെ ചീത്ത വിളിക്കണേ. ഒരു പണി ചെയ്യും, ഒരൊറ്റ അടിയും കൂടി തരും. ലാസ്റ്റ് ഇട ഇനി വിടുന്നതുകൊണ്ട് ഞാൻ പറ്റിച്ചൂല. നിങ്ങളെ കായ് ഞാൻ എങ്ങനെയെങ്കിലും തരും. ഇത് സത്യം. നമ്മളെ പെരിന്ന് നമ്മൾ ഇറക്കരുത്. നിങ്ങൾ ഇല്ലേൽ നീ പുരയിടവും വീടും ഞാൻ പേരിൽ. അതൊക്കെ നിങ്ങളിന്നെ പേടിപ്പിച്ചാൻ പറയാതെ കാര്യം തന്നെ.
നോക്ക് പ്രമാണങ്ങൾ നോക്ക്. എന്താ ചെയ്യ ഒപ്പിട്ടും കുടുങ്ങി. അല്ല നിങ്ങൾ പൊയ്ക്കോളിന്നാല്. ഞാനിപ്പോ പോണു. തിങ്കളാഴ്ച ഞാൻ വരും. തിങ്കളാഴ്ച എന്ന് പറഞ്ഞ തിങ്കളാഴ്ച നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഈ തടിമ റൂണ്ടെങ്കിൽ കായ് വരും. കാണാൻ തന്നെ